കണ്ണൂർ പിണറായിയിൽ കേളാലൂർ ദേവസ്വം ഭൂമിയിൽ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നുവെന്ന പരാതിയിൽ കേന്ദ്ര ഇന്റലിജൻസ് വിവരങ്ങൾ തേടി. പ്രാഥമിക പരിശോധന നടത്തി ഉടൻ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. ക്ഷേത്രഭൂമിയിൽ റെസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നതിനെതിരെ ദേവസ്വം ഊരാളനായ ദാമോദരൻ നമ്പൂതിരിയാണ് പരാതി നൽകിയത്. പിണറായിയിൽ ക്ഷേത്രഭൂമി കയ്യേറി പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസ് നിർമ്മിക്കുകയാണെന്ന് ഏതാനും ദിവസം മുമ്പാണ് ജില്ലാ കലക്ടർക്കും പൊതുമരാമത്ത് വകുപ്പിനും ദേവസ്വം ഊരാളൻ പരാതി നൽകിയത്. പുരാവസ്തു വകുപ്പിന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ നിന്ന് ലഭിച്ച രേഖയുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. റെസ്റ്റ് ഹൌസ് നിർമ്മാണം വിവാദമാവുകയും പരാതി ഉയരുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ തേടിയത്. സ്ഥലവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുകയാണ് കേന്ദ്ര സംഘത്തിന്റെ ഉദ്ദേശം. നടപടികൾ പൂർത്തിയാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്റലിജൻസ് വിഭാഗം ഉടൻ റിപ്പോർട്ട് കൈമാറും. സർക്കാർ രേഖയിൽ തന്നെ സ്ഥലം കേളാലൂർ ദേവസ്വത്തിന്റെ ഊരാളന്മാരായ മംഗലശ്ശേരി ഇല്ലത്തിന്റെയും അടിമന ഇല്ലത്തിന്റെയുമാണെന്ന് പറയുന്നുണ്ടെന്ന് ദേവസ്വം ഊരാളൻ വ്യക്തമാക്കുന്നു. ഈ 19 ഏക്കർ ഉണ്ട് കേളാലൂർ ദേവസ്വമെന്നും അതിൽ പിന്നെ അടിമന ഇല്ലും മംഗലശ്ശേരി ഇല്ലും പിന്നെ ആൾക്കാരെ പേരും എഴുതിയിട്ടുണ്ട്. അവരാണ് ഊരാളന്മാർ കേളാലൂർ ദേവസ്വം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ ഇത് കൊടുത്തിട്ടുള്ളത്. റെസ്റ്റ് ഹൌസ് നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ദേവസ്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ജനം, കണ്ണൂർ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ കേന്ദ്ര ഇന്റലിജൻസ് വിവരങ്ങൾ തേടി എന്നറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ദേവസ്വം ഭൂമിയിലാണ് ഇത്തരത്തിൽ റെസ്റ്റ് ഹൌസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ആരംഭം കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ പരാതി പോയതിന് പിന്നാലെ അല്ലെങ്കിൽ വിവാദമായതിന് പിന്നാലെ കേന്ദ്ര ഇന്റലിജൻസ് വിവരങ്ങൾ തേടിയ ഈ ഒരു സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേവസ്വം ഭൂമിയിൽ റെസ്റ്റ് ഹൌസ് പണിയാനുണ്ടായ സാഹചര്യം? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ മിഥുൻ? ദേവിക, നമുക്കറിയാം ഈ കണ്ണൂർ പിണറായിയിലെ കേളാലൂർ ദേവസ്വം ഭൂമിയിൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് നിർമ്മിക്കുന്നതിനെതിരെ വലിയ പരാതിയും അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കേളാലൂർ ദേവസ്വത്തിന്റെ ഊരാളനായ അടിമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി നൽകിയത്. ഈ സംഭവം വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർ ഈ ഒരു വിവരങ്ങൾ, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ഒരു നിജസ്ഥിതി പരിശോധിക്കുകയാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. കാരണം ഇത് ദേവസ്വം ഭൂമിയാണ്, അതിന് കൃത്യമായി രേഖകൾ സർക്കാരിന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ ദേവസ്വം അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം ഇത് പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ തേടിക്കൊണ്ട് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം രംഗത്തെത്തിയത്. ഇതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ഇതിലൊരു വിശദീകരണമോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അടുത്ത നടപടിയെ സംബന്ധിച്ചൊരു ചോദ്യങ്ങളും ഉയരാൻ സാധ്യത ഏറെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു പ്രതിസന്ധി നിൽക്കുകയാണ്. നിലവിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ ഇനി ഈ നിർമ്മാണ പ്രവൃത്തിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായ നിയമ നടപടി ആരംഭിക്കാനാണ് ഈ ദേവസ്വം അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ദേവിക, മിഥുൻ, ഇപ്പോഴും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ, അതോ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടോ? ദേവിക, ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ ഒരു ദേവസ്വം ഭൂമിയിലെ റെസ്റ്റ് ഹൌസ് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ ഒരു ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് ഈ ഭൂമിയെ സംബന്ധിച്ച് തർക്കം ഉടലെടുക്കുകയും കഴിഞ്ഞ 3 മാസമായിട്ട്, അതായത് തറക്കല്ലിട്ടതല്ലാതെ 3 മാസമായിട്ട് ആ നിർമ്മാണ പ്രവൃത്തിയിൽ ചെറിയൊരു തടസ്സമുണ്ടായിരുന്നു. അതായത് അടിത്തറ നിർമ്മിക്കുന്ന അടക്കമുള്ള പരിപാടികൾ മാത്രമാണ് അവിടെ നടത്തിയിരുന്നത്. പിന്നാലെ ഈ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കുകയും ഏതാനും ദിവസം മുമ്പ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സമയത്താണ്
ഈ ദേവസ്വം ഊരാളനായ അടിമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി ഇത് ദേവസ്വം ഭൂമിയാണ്, ഇവിടെ മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ദേവസ്വം ഊരാളനായ ദാമോദരൻ നമ്പൂതിരി കണ്ണൂർ ജില്ലാ കളക്ടർക്കും പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർക്കും ഇത് ദേവസ്വം ഭൂമിയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത് എന്നൊരു കാര്യം തന്നെയാണ് ഈ കത്തിലുള്ളത്. ഇനിയും ഈ കത്ത് പരിഗണിക്കാതെ സർക്കാർ ഈ നിർമ്മാണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി കോടതിയെ അടക്കം സമീപിക്കുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവിക. ശരി, മിഥുൻ പിള്ളയാണ് സമഗ്രമായ വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് പങ്കുവച്ചത്.